അപ്പോൾ നമുക്കറിയാം SSH അതുപോലെ ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ട് ആക്സസിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് സർവീസാണ് SSH അതുപോലെ ടെൽനെറ്റ്. ഈ SSH എന്ന് പറയുന്നത് സെക്യൂർഡാണ്, ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ലാബിൽ ഒരു ജുനിപ്പറിൻ്റെ HRH 320 ഫയർവാൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഈ ഫയർവാളിന് ഞാൻ കോൺഫിഗർ ചെയ്തത് ഒരു DHCP സെർവർ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, അതുപോലെ SSH അതുപോലെ ടെൽനെറ്റ് സർവീസും കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഈ ഒരു ഫയർവാളിന് ഒരു PC കണക്ട് ചെയ്ത്, അപ്പോൾ ഈ ഒരു PCക്ക് IP ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യുന്നത് ഈ ഒരു ഫയർവാളിൽ കോൺഫിഗർ ചെയ്ത DHCP സർവീസ് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു PCയിൽ നിന്ന് ഈ ഫയർവാളിലേക്ക് SSH അതുപോലെ ടെൽനെറ്റ് വഴി ആക്സസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ പാക്കറ്റിനെ നമുക്ക് വയർഷാക്ക് വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ മനസ്സിലാവും എൻക്രിപ്റ്റഡ് പാക്കറ്റ്സും അതുപോലെ പ്ലെയിൻ ടെക്സ്റ്റായ പാക്കറ്റ്സും. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു PCൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു PCയിൽ ഞാനൊന്ന് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം DHCP വഴി അസൈനായ IP അതുപോലെ ഗേറ്റ് വേ. അപ്പോൾ ഈ ഒരു ഗേറ്റ് വേ ആണ് നമ്മുടെ റൗട്ടറിൻ്റെ IP. ഇതിലേക്കാണ് നമ്മൾ SSH വഴി അതുപോലെ ടെൽനെറ്റ് വഴിയും ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ വയർഷാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കണക്ട് ചെയ്ത അഡാപ്റ്റർ നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ് കണക്ട് ചെയ്ത്, അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് അഡാപ്റ്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടെ പാക്കറ്റ് ക്യാപ്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാക്കറ്റ് ക്യാപ്ചറിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് SSH വഴി ഒന്ന് ആക്സസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് കമ്പ്യൂട്ടറിൻ്റെ ശേഷം SSH നമ്മുടെ യൂസർ നെയിം അഡ്മിൻ എന്ന് പറഞ്ഞൊരു യൂസറെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിൻ ഇനി നമ്മുടെ ഫയർവാളിൻ്റെ IP 192.168.100.1. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജുനിപ്പർ ഡിവൈസിൽ എൻ്റർ ആയിട്ടുണ്ട് SSH വഴി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൊടുക്കുന്നുണ്ട്. എഡിറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊരു VLAN കോൺഫിഗർ ചെയ്യാം ഈ ഫയർവാളിൻ്റെ അകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് VLANs ഒരു VLANൻ്റെ നെയിം നമ്മൾ റെഡ് എന്ന് കൊടുക്കുന്നുണ്ട്. റെഡ്. ഇനി VLAN ID ഞാൻ ജസ്റ്റ് ഒരു 10 കൊടുത്ത് ഒന്ന് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ശേഷം ഞാൻ ഇവിടുന്ന് ഒന്ന് എക്സിറ്റ് അടിക്കുന്നുണ്ട്. എക്സിറ്റ് ഈ ഫയർവാളിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ തിരിച്ച് ഞാൻ ഈ ഒരു ലോക്കൽ PCയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ടെൽനെറ്റ് വഴി ഒന്ന് തിരിച്ച് ഈ ഫയർവാളിനെ ആക്സസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെൽനെറ്റ്, ഇനി നമ്മുടെ ഫയർവാളിൻ്റെ IP 192.168.100.1. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലോഗിൻ ചോദിക്കുന്നുണ്ട്. ഈ ലോഗിനിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ അഡ്മിൻ യൂസറെ പേര് കൊടുക്കുന്നുണ്ട്. അഡ്മിൻ, ഇനി പാസ്വേഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്ത് നമ്മൾ ടെൽനെറ്റ് വഴിയും ഈ ഫയർവാളിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൊടുക്കുന്നുണ്ട്. എഡിറ്റ്. ഇനി കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടുത്തൊരു VLAN ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ SSH വഴി ആക്സസ് ചെയ്തിട്ട് ഒരു റെഡ് എന്ന് പറഞ്ഞ VLAN കോൺഫിഗർ ചെയ്ത്, ഇനി നമുക്ക് ടെൽനെറ്റ് വഴി കൂടെ ഒരു VLAN ഒന്ന് കോൺഫിഗർ ചെയ്യാം. സെറ്റ് VLANs ഗ്രീൻ എന്ന് കൊടുക്കുക പേര്. VLANs ഗ്രീൻ. ഓക്കെ, ഗ്രീന്. ഇനി VLAN ID ഞാനൊരു 20 കൊടുത്ത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം പാക്കറ്റ് ക്യാപ്ചറിങ് നടന്നുകൊണ്ട് നിൽക്കുന്ന. ഓക്കെ, അപ്പോൾ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫയർവാളിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. എക്സിറ്റ്.
ഓക്കെ, അപ്പോൾ തിരിച്ച് നമ്മുടെ ലോക്കൽ പി സിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പാക്കറ്റ് ക്യാപ്ചറിങ് നടന്നുകൊണ്ടിരിക്കുക, ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത പാക്കറ്റ്സ് ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫിൽറ്ററിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് SSH പാക്കറ്റിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം SSH എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം അപ്പോൾ SSH പാക്കറ്റ്സ് മാത്രമായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ കാണാം എൻക്രിപ്റ്റഡ് ആണ് പാക്കറ്റ്സ് എല്ലാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്തിട്ട് പ്രോട്ടോക്കോള്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പാക്കറ്റ്സ് എല്ലാം എൻക്രിപ്റ്റഡ് ആണ്. ഓക്കെ, എൻക്രിപ്റ്റഡ് ആണ് എല്ലാ പാക്കറ്റ്സും. ഇതൊന്നും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് എല്ലാം എൻക്രിപ്റ്റഡ് ആയിട്ടാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും നടന്നത്. നമ്മൾ പാസ്വേഡ് അടിച്ചപ്പോൾ അതുപോലെ VLAN കോൺഫിഗർ ചെയ്തപ്പോൾ ഒക്കെ ഈ ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് കമ്മ്യൂണിക്കേഷൻ നടന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ടെൽനെറ്റിൻ്റെ പാക്കറ്റ്സിനെ ഒന്ന് ഷോ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ SSH എന്ന് പറഞ്ഞ ഫിൽറ്റർ ഒഴിവാക്കിയിട്ട് ടെൽനെറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ടെൽനെറ്റ്, അപ്പോൾ ഇവിടെ ടെൽനെറ്റ് പാക്കറ്റ്സിനെ മാത്രം ഷോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ടെൽനെറ്റ് പാക്കറ്റ്സിനെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈന്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഡാറ്റ എന്ന് പറയുന്നിടത്ത് ലോഗിൻ. ഫസ്റ്റ് നമുക്ക് ടെൽനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോൾ ലോഗിനാണ് കാണിച്ചത്, അതാണ് ഇവിടെ ലോഗിൻ എന്ന് കാണിക്കുന്നത്. ലോഗിൻ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഓരോ എൻ്റർ ചെയ്ത ലെറ്ററാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് A കാണിക്കുന്നുണ്ട്, അതുപോലെ ഓരോ ലൈനായിട്ട് ചെക്ക് ചെയ്യാം. A, അതുപോലെ ഓക്കെ D, M, I, N. ഓക്കെ, അതായത് നമ്മുടെ യൂസർ ID ആണ് കാണിച്ചത്, അഡ്മിന്ന്. ഓക്കെ, അടുത്ത ലൈനിൽ നമുക്ക് അഡ്മിന്ന് കൊടുത്തതിന് ശേഷം കാണിച്ചത് പാസ്വേഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് ഒന്ന് കാണുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡാറ്റ A വന്ന് ASD. ഓക്കെ, മൗസ് പോയിന്റിൽ നോക്കിയാൽ കാണാം ഓരോ ലെറ്റർ. ASD 1 2 3. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പാസ്വേഡ്. ഈ ഒരു ഫയർവാളിൻ്റെ ASD 1 2 3 അതാണ്. ഇതൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഇവിടെ കാണിച്ചത് ഈ ഒരു പാസ്വേഡാണ്. ഓക്കെ, ഇനി അടുത്ത് ഡാറ്റ എന്താ നോക്കാം. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ പാസ്വേഡ് അടിച്ച് സ്വിച്ചിൽ എൻ്ററായി. അപ്പോൾ അതിൻ്റെ ശേഷം പാസ്വേഡ് അടിച്ചിട്ട് നമ്മൾ ഫയർവാളിൽ എൻ്ററായി. ഇവിടെ അതാണ് കാണിക്കുന്നത് ലോഗിൻ ആയത്. ഓക്കെ, ഇവിടെ നിന്നാണ് ലോഗിൻ ആയത് എന്നുള്ളത് കാണിക്കുന്നത്. നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൻ്റെ IP ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്ത ഡാറ്റ എന്താ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം ഫയർവാളിൽ എൻ്റർ ആയപ്പോൾ ഫയർവാളിൻ്റെ ജിനോസ് വേർഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. ഇനി ഫയർവാളിൽ ലോഗിൻ ആയതിൻ്റെ ശേഷമുള്ള നമ്മുടെ യൂസർ നെയിം, അതുപോലെ ഞാൻ ജസ്റ്റ് കൊടുത്ത ഹോസ്റ്റ് നെയിമാണ് ഈ കാണിക്കുന്നത്. ഇനി നമ്മൾ എൻ്റർ ചെയ്ത് ഓരോ ഡാറ്റ കാണിക്കാം. അപ്പോൾ ഞാൻ അവിടെ ആ ഹോസ്റ്റ് നെയിം അത് കാണിച്ചതിന് ശേഷം, അതായത് ഓപ്പറേഷൻ മോഡിൽ ഞാൻ എൻ്റർ ചെയ്ത കമാൻഡാണ് എഡിറ്റ്. അതുകൂടെ ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും, EDIT. ഓക്കെ, എഡിറ്റ്. ശേഷം നമ്മളൊരു VLAN ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ എന്ന് പറഞ്ഞ. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ കോൺഫിഗറേഷൻ മോഡിലെത്തി എഡിറ്റ് അടിച്ചപ്പോൾ. ഇനി ഇവിടെ ഞാൻ കൊടുത്ത അടുത്ത ഡാറ്റ സെറ്റ് സെറ്റ് VLANS, സെറ്റ് VLANS ഗ്രീൻ എന്നാണ് പേര് കൊടുത്തത്. അപ്പോൾ GREEN. ഓക്കെ, ഈ VLAN ID 20 കൊടുത്തിട്ടുണ്ടായിരുന്നു. VLAN ID ഇവിടെ നോക്കിയാൽ കാണാം VLAN ID. ആ ഫുൾ എൻ്റെ കമാൻഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. സെറ്റ് VLAN ഗ്രീന്, VLAN ID ഞാൻ കൊടുത്തത് 20 ആണ്. ആ ഡാറ്റ ഇവിടെ 20. ഓക്കെ, ശേഷം നമ്മൾ കമ്മിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എൻ്റർ ചെയ്താലും ടെൽനെറ്റ് ഫോർമാറ്റിൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് കാണിക്കുക. അതുകൊണ്ടാണ് ടെൽനെറ്റ് നമ്മൾ സെക്യൂർഡ് അല്ല എന്ന് പറയുന്നതും ടെൽനെറ്റിന് പകരം SSH യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും
ഈ ടെൽനെറ്റ് വഴി പോയ എല്ലാ പാക്കറ്റ്സും നമുക്ക് റീഡബിൾ ഫോർമാറ്റിലാണ് പോയത്. അതായത് നമുക്ക് ഈസിലി നമുക്ക് എന്താണ് ചെയ്തതെന്ന് മനസ്സിലാവും. അതുപോലെ SSH ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാം എൻക്രിപ്റ്റഡ് ആയിട്ടാണ് പോയത്, ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഡാറ്റ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെക്യൂരിറ്റി ബേസിൽ എപ്പോഴും SSH യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പാക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്നത്. അതുപോലെ ഇതാണ് ടെൽനെറ്റും SSHും തമ്മിലുള്ള ഡിഫറൻസും.